നമ്മൾ പാരന്റ്സിന് പലപ്പോഴും കുട്ടികളുടെ കൂടെ ടൈം സ്പെയർ ചെയ്യാനായിട്ട് ഭയങ്കര കുറവായിരിക്കും കിട്ടുക. മിക്കവാറും നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും നമ്മുടെ ജോലിയായിട്ട്. പിന്നെ വന്നിട്ട് കുറച്ചു നേരം മൊബൈൽ നോക്കുന്നൊക്കെ വീട്ടിൽ വന്നിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മാക്സിമം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് വീട്ടിലെ പണിയൊക്കെ കൂടി നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തില്ലെങ്കിലും മിനിമം 8 മിനിറ്റ്സ് കറക്റ്റ് ആയിട്ട് കുട്ടികളുടെ കൂടെ നല്ല രീതിയിൽ സ്പെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനകത്ത് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മിനിറ്റ് എന്ന് പറയുന്നത് കുട്ടികൾ എണീക്കുന്ന സമയത്താണ്. അപ്പൊ നമ്മള് എപ്പോഴും ഭയങ്കര ബിസി ആയിരിക്കും. അതായത് രാവിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, സ്കൂളിലേക്ക് ലേറ്റ് ആവാറായിട്ടുണ്ടാവും. ആ ലാസ്റ്റ് മിനിറ്റിലേക്ക് നമ്മൾ ചിലപ്പോൾ വിളിക്കുന്നത്, നേരത്തെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവർ എണീറ്റിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ദേഷ്യത്തിൽ വേഗം എണീക്കുക, എങ്ങനെ എണീക്കുക, അത് ചെയ്ത് മറ്റേതായി ബസ് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കണേക്കാളും കുറച്ച് മുന്നേ തന്നെ ആളെ എണീപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് വളരെ കാമായിട്ട് അമ്മയ്ക്കൊരു ഉമ്മ താ, അമ്മയ്ക്കൊരു അമ്മയൊന്ന് കെട്ടിപ്പിടിക്കൂ, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ എണീപ്പിക്കുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ടോണിലാണോ പറയുന്നത് അവരുടെ നെർവസ് സിസ്റ്റം അതിനനുസരിച്ചായിരിക്കും സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് രാവിലെ ആദ്യം തന്നെ ആരെങ്കിലും വിളിച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞു എന്ന് വിചാരിച്ചോ, നമ്മുടെ ഡേ എങ്ങനെ പോകും? വളരെ ഒരു മൂഡ് ഔട്ട് ആയിരിക്കും നമുക്ക്, അല്ലെ? എന്നാൽ നമ്മുടെ അടുത്ത് വളരെ സ്നേഹത്തോടെ ആരെങ്കിലും സംസാരിച്ചിട്ടാണ് നമ്മുടെ ഡേ തുടങ്ങണമെങ്കിൽ നമ്മൾ ആ ഒരു കാംനെസ്സിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ 2 മിനിറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തൊരു 2 മിനിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ സ്ക്രീൻസ് കൊടുത്തതിന് ശേഷം, നമ്മൾ ഓൾറെഡി 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻസ് കൊടുക്കാൻ പാടില്ല. എന്നാലും 2 മിനിറ്റ് ആണെങ്കിലും 5 മിനിറ്റ് ആണെങ്കിലും സ്ക്രീൻസ് കണ്ടിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് സാധാരണ ഒരു ഇറിറ്റേഷൻ, അല്ലെങ്കിൽ അവരത്ര ഒരു നല്ല മൂഡിലായിരിക്കില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അവർ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നത് മൊബൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇനി കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ളതായിരിക്കും. പക്ഷെ ശരിക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ നെർവസ് സിസ്റ്റം ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഓവർലോഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഞാൻ ഇനി തരില്ല, നീ എന്താ ഇങ്ങനെ കാണിക്കണത്, ഇത്രയും നേരം തന്നിട്ട് നിനക്ക് എന്നോട് നന്ദിയില്ല എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് ഇന്ന് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്താലോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിം കളിച്ചാലോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അവരെ മിങ്കിൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ നെർവസ് സ്റ്റിമുലേഷൻ ഓക്കെ ആയിട്ട് എടുക്കാനായിട്ട് ഈ 2 മിനിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തൊരു 2 മിനിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്നവരാണ്, അല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവർ വന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ വീട്ടിലെത്തുന്ന ആ 2 മിനിറ്റ് നമ്മൾ എങ്ങനെയെങ്കിലും വേഗം മേല് കഴുകി റെഡിയായി വരാനായിരിക്കും നോക്കുന്നത്. പണികൾ ഉണ്ടാവും. പക്ഷെ അറ്റ്ലീസ്റ്റ് 2 മിനിറ്റ് എങ്കിലും നമ്മൾ കുട്ടികളുടെ അടുത്ത് എന്തൊക്കെയാണെന്നൊന്ന് ഉണ്ടായേ, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് സ്പെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെയുള്ള ലാസ്റ്റ് 2 മിനിറ്റ് എന്ന് പറയുന്നത് കിടക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള 2 മിനിറ്റ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും, അതായത് ഒരുമിച്ച് കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് നേരം ഒരു 2 മിനിറ്റ് അവരുടെ കൂടെ സ്പെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കുഞ്ഞു കുട്ടികളുള്ളവർക്കൊക്കെ മനസ്സിലാവും, ഈ രാത്രി സമയമായി കഴിയുമ്പോൾ ഇവർ ഭയങ്കര ടോക്കറ്റീവ് ആവും. ഇന്ന് അങ്ങനെ ചെയ്ത്, ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. നമ്മളിപ്പോ ഈ ക്ഷീണത്തിൽ കിടന്നുറങ്ങാനുള്ള വ്യഗ്രത കൊണ്ട് നീ ഒന്ന് നിർത്താവോ എന്ന് ചോദിക്കാറുണ്ട് സാധാരണ. പക്ഷെ അങ്ങനെയല്ല, ആ ടൈമിലാണ് അവരുടെ ബ്രെയിൻ ആ ഡേനെ മൊത്തം പ്രോസസ് ചെയ്യുന്നത്. അതായത് അവരെന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് അവർ ആലോചിക്കുന്ന ആ സമയത്താണ്. അപ്പൊ ആ ടൈമിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് കളിച്ച് ചിരിച്ച് അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നല്ലതുണ്ടായിരുന്നത്, വേറെ എന്തൊക്കെയാ ചെയ്തേന്നൊക്കെ ചോദിച്ചിട്ട് നല്ല രീതിയിൽ അവരുടെ അടുത്ത് ഇൻവോൾവ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവർ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് വളരെ നല്ലതായിരിക്കും ഇത്. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മളുടെ കുറവുകളും നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ അവർക്ക് ഒരു അഷുറൻസ് ആണ്, ഞാൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും എന്റെ അച്ഛനും അമ്മയും എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. കാരണം അവരെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ 8 മിനിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു ബിസി പാരന്റ് ആണ്, ഒരുപാട് ടൈം സ്പെയർ ചെയ്യാൻ കുട്ടികളുടെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഈ 8 മിനിറ്റ്സ് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് വിനിയോഗിക്കുക.